കുറച്ച് നാൾ ഈ വണ്ടി ശ്രദ്ധിക്കാതെ വന്നപ്പോൾ വണ്ടിക്കൊരു കംപ്ലൈൻറ്റ് വന്നു. അത് നമ്മുടെ സമയക്കുറവ് കൊണ്ടും പിന്നെ എന്താ പറയുക, നമ്മൾ അധികം ബൈക്ക് ഉപയോഗിക്കുക വന്നപ്പോഴാണ് സംഭവിച്ചതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിൻ പോകാൻ വേണ്ടി ബൈക്ക് യാത്ര ചെയ്തപ്പോൾ ABSൻ്റെ ലൈറ്റ് ഇടയ്ക്ക് തെളിഞ്ഞവനെ കാണിച്ചു. അപ്പോൾ ഞാൻ ആദ്യം കാര്യമാക്കിയില്ല, ട്രെയിൻ കയറിപ്പോയി. പിറ്റേ ദിവസം അതുപോലെ തന്നെ സെയിം സംഭവിച്ചു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓരോ വീഡിയോസ് ജസ്റ്റ് നോക്കിയപ്പോഴാണ് ABS കംപ്ലൈൻറ്റ് ആണെന്ന് സൂചിപ്പിക്കുന്ന കാര്യം മനസ്സിലാക്കിയത്. ഞാൻ ഷോറൂമിൽ കൊണ്ട് കാണിച്ചു. ഷോറൂമിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇത് ABS കംപ്ലൈൻ്റ് ആണ്, അത് മാറാൻ 12,000 രൂപ വേണ്ടി ആവശ്യം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്ഷൻ ഉള്ളൂ, അത് ശരിയാക്കാനുള്ള ഓപ്ഷൻ അവർക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ അതിലൊരു ആളെ പരിചയമുള്ള പുള്ളി പറഞ്ഞു ഇങ്ങനെ ശരിയാക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളല്ല റീൽസിൽ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓരോ റീൽസ് നോക്കിയപ്പോൾ കുറിച്ചിയിൽ ഹൈമാക്സ് എന്ന ടീം ശരിയാക്കുന്നുണ്ട്. അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. വണ്ടി കൃത്യമായിട്ട് ഫ്ലൂയിഡ് മാറ്റാത്തത് കൊണ്ടാണ് ഈ സംഭവിക്കുന്നത് പറഞ്ഞു. ബ്രേക്കിന് ഫ്ലൂയിഡ് മാറ്റാത്തതുകൊണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഷോറൂംകാരൻ ചെയ്യാറില്ല, അപ്പോൾ കൊണ്ടുവന്നാമെന്ന് പറഞ്ഞു. പിന്നെ അവർ ചോദിച്ചു വണ്ടി ഓടിച്ചോന്ന് ചോദിച്ചു. വണ്ടി ഞാൻ ഓടിച്ചായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ജാമാ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ പേടിയായി. പിന്നെ ഞാൻ ഏതായാലും പിറ്റേ ദിവസം കൊണ്ട് കൊടുത്തു. അപ്പോൾ ഒരു ദിവസം വണ്ടി തരേണ്ടി വരുമെന്ന് കാര്യം അവർ പറഞ്ഞായിരുന്നു. അങ്ങനെ വണ്ടി അവിടെ കൊണ്ട് കൊടുത്തു. അപ്പോൾ നല്ല ഡീറ്റെയിൽ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്നെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റിത്തരാം, അപ്പോൾ പുതിയ പാർട്സിന് അത്ര വില വരികയില്ല, 10 രൂപ അടുത്ത് വരുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഗ്യാരൻറ്റിയോടെ റിപ്പയർ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്യാരൻറ്റി റിപ്പയർ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അവർ കാര്യങ്ങൾ റിപ്പയർ ചെയ്ത് തന്നു. വണ്ടി പഴയ പോലെ കണ്ടീഷനായി. അപ്പോഴാണ് പല കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. ഞാൻ ആദ്യമൊക്കെ വണ്ടി കിട്ടിയ ഇടയ്ക്കൊക്കെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു ആട്ടോ ഇതുണ്ടല്ലോ, ആക്സിലേഷൻ ഉണ്ട് കുറച്ച് നേരം, അത് ഉണക്കിയിട്ടൊക്കെ വണ്ടി എടുക്കത്തുള്ളായിരുന്നു ഞാൻ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. ശരിക്കും അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ വണ്ടിക്ക് ചെറിയ മിസ്സിങ് വരും. കാരണം വണ്ടി ആട്ടോ ഇത് കഴിഞ്ഞിട്ട് എടുക്കാവുള്ളൂ. പിന്നെ കീ വെച്ച് പെട്ടെന്ന് ഓഫാക്കുക അങ്ങനെ ചെയ്യുമായിരുന്നു. അതൊക്കെ ആയിരിക്കാം പെട്ടെന്ന് വണ്ടിയുടെ ഈ കംപ്ലൈൻറ്റ് കാണിച്ചെന്ന് തോന്നുന്നു. പിന്നെ ഫ്ലൂയിഡ് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം, ഫ്ലൂയിഡ് മാറണം. കാരണം ABSൻ്റെ മോട്ടറാണ്, അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം മോട്ടറാണ്. നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ച് വണ്ടി തെന്നിപ്പോകാതിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ പറയുന്നത്. അപ്പോൾ വണ്ടി ഒന്ന് പിടിക്കുമ്പോൾ നമ്മളൊന്നേ പിടിക്കത്തുള്ളൂ, പക്ഷേ അതിൻ്റെ അത് മോട്ടറാണ് പമ്പ് ചെയ്ത് പലപിടുത്തമായിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത്. വണ്ടി തെന്നിപ്പോകത്തില്ല. അങ്ങനെ വണ്ടി ശരിയായി കിട്ടി. അപ്പോൾ ഇങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ വണ്ടി സ്നേഹിക്കുന്ന ആൾക്കാർ, വണ്ടി ഉപയോഗിക്കുന്ന ആൾക്ക് ABS കംപ്ലൈൻ്റ് ആയാൽ നേരെ മാറാൻ പോകണ്ട, അത് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ പലയിടത്തും ഉണ്ട്. എനിക്ക് ഇവരെ പരിചയമുണ്ട്, ജസ്റ്റ് പറഞ്ഞതല്ലേ, ഇപ്പോൾ പ്രൊഫഷണല്ല. അവർ നല്ല ചെയ്തു തന്നു കേട്ടോ. ആയാലും നല്ലൊരു ഇതായിരുന്നു, അവരുടെ സർവീസ് നല്ലതായിരുന്നു. അപ്പോൾ ഗ്യാരൻറ്റി ഉണ്ട് 1 ഇയർ. അപ്പോൾ ഇടയ്ക്ക് ഫ്ലൂയിഡ് മാറണമെന്നൊരു കാര്യം പറഞ്ഞു തന്നു. വണ്ടി ഓണാക്കിയിട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയാൽ ശരിക്കും ഈ ഫ്യൂൽ പമ്പിലും പ്രശ്നങ്ങൾ വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കീ ഓണാക്കുക, കീ ഓണാക്കി സ്വല്പം കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാക്കുക. അപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് വണ്ടി ഓട്ടോ സ്റ്റേഷൻ ഉണ്ട്, അതിൽ വണ്ടി എടുത്തിട്ട് പോവുക. അവിടെ നിർത്തിയ ശേഷം അതിൻ്റെ സ്വിച്ച് ഓഫ് ആക്കുക, എന്നിട്ട് കീ ഓഫ് ആക്കുക. അതായിരിക്കും എപ്പോഴും നല്ല വണ്ടി അഡിഷൻ ഇരിക്കാനുള്ള ഇതുള്ളത്.